നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് മഹാലക്ഷ്മി വേദനയോട് കൂടിയിട്ട് തന്റെ വിഷമങ്ങളൊക്കെ പൂർണിമയോട് പറയാണ്. പൂർണിമയോട് പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റിന് ദൈവം എനിക്ക് ശിക്ഷ തന്നാൽ മാത്രം മതി. കാരണം എത്ര പാവമായിരുന്നു എന്റെ മോന് സേതു. എന്നിട്ടോ ഞാൻ അവനെ നിഷ്കരണം തള്ളിക്കളഞ്ഞില്ലേ? ഞാൻ എന്തൊക്കെ അവനെ പറഞ്ഞു, അവന്റെ കരണത്തടിച്ചു. ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്ന ഭക്തിയോട് കൂടിയിട്ടാ അവന് ഓരോ തവണ എന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ടിരുന്നേ. അത്ര സ്നേഹമായിരുന്നു അവൻ എന്നോട്. എന്നിട്ടോ ഞാൻ അവനെ പുറംകാലം കൊണ്ട് ചവിട്ടി അരച്ചു. ഇതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ. ഏതെങ്കിലും ഒരു വെള്ളിടി വിട്ട് ഞാൻ അങ്ങോട്ട് മരിച്ചു പോയാൽ മതിയായിരുന്നു. ഇത് കേട്ടപ്പോ പൂർണ്ണിമ പറഞ്ഞു, ഇങ്ങനൊന്നും പറയരുത് ലക്ഷ്മി എന്ന് പറയണേ. എങ്ങനെ പറയാതിരിക്കും പൂർണ്ണിമ? നിനക്കറിയാലോ, നീ പോലും അവനെ മനസ്സിലാക്കി, എന്നിട്ട് പോലും എനിക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അവന് എന്നോട് എന്ത് സ്നേഹമായിരുന്നു. പക്ഷേങ്കില് ഞാൻ അവന്റെ സ്നേഹം മനസ്സിലാക്കിയില്ല. അങ്ങനെ മനസ്സിലാക്കുമായിരുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു അവനോട്. എല്ലാം എന്റെ തെറ്റിദ്ധാരണയായിരുന്നു. പാവ സേതു. അതുകൊണ്ടാണ് അവൻ എന്നെ ഇപ്പം ഇങ്ങനെ ക്രൂശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് സ്നേഹം കാണിക്കാത്ത. ഇനി ഒരിക്കലും അവൻ എന്നോട് സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നില്ല. അല്ല, ഒരിക്കലും എനിക്കാനുള്ള യോഗ്യതയില്ല. ഞാൻ ഇനി അവനോട് എങ്ങനെ പറയും എന്നെ സ്നേഹിക്കാനായിട്ട്? ഞാൻ അത്രമാത്രം ക്രൂരതയില്ല അവനോട് ചെയ്തേന്ന് പറഞ്ഞു. ലക്ഷ്മി, നിനക്ക് തെറ്റുപറ്റിയെന്ന് പൂർണ്ണിമ പറഞ്ഞു. എന്താ പൂർണ്ണിമ അങ്ങനെ പറഞ്ഞത്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ പാവ. ഇപ്പോഴും നിനക്ക് വേണ്ടി തന്നെ അവൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ. എനിക്ക് വേണ്ടിയോ? എന്താ എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറഞ്ഞു. അവൻ എന്താ ചെയ്തെന്നറിയോ? മേലെടുത്ത് പോയി നിനക്ക് വേണ്ടി സംസാരിച്ചു. എനിക്ക് വേണ്ടിയോ? അതെ, നിനക്ക് വേണ്ടി. നിന്നെ അങ്ങോട്ടേക്ക് മേലെടുത്തേക്ക് വിളിക്കണമെന്നും പറഞ്ഞ് സേതുമാധവനോട് അപേക്ഷിച്ചു. ആ, സേതുമാധവനോടല്ല, വേണുഗോപാലിനോട് അപേക്ഷിച്ചു. അപ്പൊ വേണുഗോപാല് പറഞ്ഞൊരു കാര്യമുണ്ട്. മയൂരിയുടെ വിവാഹം നടത്തുവാണെങ്കിൽ നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കാന്ന്. ആ പയ്യനുമായിട്ട്, എന്താ പയ്യന്റെ പേര്? ശ്രീകാന്തോ എന്ന് ചോദിച്ചു ലക്ഷ്മി. അതെ, ശ്രീകാന്തുമായിട്ട് കല്യാണം വീണ്ടും നടത്തുവാണെങ്കിൽ സേതു പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കാന്ന്. നിന്നെ മേലെടുത്ത് വീട്ടിലേക്ക് വിളിക്കാന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ലക്ഷ്മിക്ക്. ലക്ഷ്മി വല്ലാതെയായിപ്പോയി. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, അവനെ മനസ്സിലാക്കാതെ പോയ ആള് നീയാണ്. ഇപ്പോഴും നിന്നോട് അവന് സ്നേഹമുണ്ട്. നീ പറയുന്ന പോലെ ഇപ്പൊ നിന്നോട് സ്നേഹമില്ലാതെ ഒന്നും ഇരിക്കുന്നില്ല. അത് ഇത്ര സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഇപ്പോഴും നിനക്ക് വേണ്ടിയിട്ട് അവൻ പോയി സംസാരിച്ചേ. ഇത്രയൊക്കെ ആയിട്ടും തന്റെ അമ്മയ്ക്ക് മനസ്സിന് സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ കിട്ടണമെന്ന് മാത്രം അവൻ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാ ഓരോന്നും പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ്. ഇതേ സമയത്ത് SP CI ചന്ദ്രകുമാറിനെ വിളിപ്പിച്ചു. എന്നിട്ട് എന്തായിടോ കാര്യങ്ങൾ? എന്താ സാർ കാര്യം? തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അല്ല സാർ, അത് പിന്നെ താൻ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ആ മാധവമേനന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഷാഡോ പോലീസിനായിരുന്നു മിടുക്കനായിട്ട് ഒരാളെ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അയ്യോ സാർ, ഞാൻ അങ്ങനെ കുറെ സെർച്ച് ചെയ്തായിരുന്നു. പക്ഷെ അങ്ങനെ ആരെയും കിട്ടിയില്ല എന്ന് പറയാം. അപ്പൊ തനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ആരെയും കിട്ടിയിട്ടില്ലല്ലേ? ഇല്ല സാർ. അപ്പൊ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ തന്നെ ഈ കേസ് ഏറ്റെടുത്താലോന്ന്. അതിനെക്കുറിച്ച് സാറിനോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അത് കേട്ടപ്പോ SP പറഞ്ഞു, അതെ, തന്റെ തീരുമാനത്തോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം താൻ അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ആളാന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കാര്യത്തില്. കാര്യം പറഞ്ഞാൽ താനാണ് മാധവന്റെ മരണത്തെ റിപ്പോർട്ടൊക്കെ കൊടുത്തേ. പക്ഷേ എങ്കിൽ എനിക്ക് തന്നിൽ അത്ര വിശ്വാസമില്ല. തനിക്ക് തന്റെ സബോർഡിനേറ്റ്സിനൊക്കെ ഒരു പുച്ഛഭാവമല്ലേ? ഇപ്പോഴും അത് തന്നെയല്ലേ തുടരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല സാർ, വേണ്ട. താൻ ഇനി ഇപ്പൊ ഈ കേസ് ഏറ്റെടുത്ത് ബുദ്ധിമുട്ടുണ്ട. ഞാൻ ചില കാര്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. എന്നാണെങ്കിൽ ഞാൻ തന്നെ ലിസ്റ്റ് പരിശോധിച്ചിട്ട് അതിനകത്തൊന്നും മിടുക്കനായിട്ടൊരു ഓഫീസറെ എടുത്തോളാന്ന് പറഞ്ഞു. അത് കേട്ടത് ചന്ദ്രകുമാർ പറഞ്ഞു, അല്ല പിന്നെ സാർ, താൻ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ചന്ദ്രകുമാർ അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് SP ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. ഇതേ സമയത്ത് സ്വാതി കോളേജിന്റെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ സ്വാതി മാറിയിട്ടുണ്ടായിരുന്നു. നേരത്തെ വേറൊരു പെൺകുട്ടിയായിരുന്നു. ഇപ്പൊ സ്വാതി വേറെ ആയിട്ടാ വന്നിരിക്കണേ. അങ്ങനെ സ്വാതിയുടെ അടുത്തേക്ക് കൂട്ടുകാരി വരുവാണ്. കൂട്ടുകാരി വന്നിട്ട് വെച്ചു, ഓഹോ, സെമസ്റ്റർ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ട് ചുളിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പതുങ്ങിയിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യണം? അതെ, ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. എനിക്ക് ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്ത് ചെലവ്? ഒരു മന്തി എങ്കിലും മേടിച്ചു തരണം. മന്തിയൊന്നും ഇല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? പൊന്നുമടത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? ഒന്ന് പതുക്കെ പറയടി. എന്റെ അടുത്ത ഫ്രണ്ട് ആയ നിന്നോട് മാത്രം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ, വീട്ടുകാര്യങ്ങളൊക്കെ. എടി, അത് അവസാനിച്ചില്ലേ? ഇനി നിന്റെ ടെൻഷനൊക്കെ മാറിയില്ല എന്ന് ചോദിച്ചു. ടെൻഷനൊക്കെ മാറി. എങ്കി വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാന്ന് പറയാണ്. അതെ, തൽക്കാലത്തേക്ക് ഇപ്പൊ ഒരു ഐസ്ക്രീമേൽ ഒതുക്കാന്ന് പറഞ്ഞു സ്വാതി. ഐസ്ക്രീമെങ്കിൽ ഐസ്ക്രീം കിട്ടുന്നാട്ടെ. അങ്ങനെ രണ്ടുപേരും കൂടെ റോഡിലേക്ക് ഐസ്ക്രീം കഴിക്കാനായിട്ട് അങ്ങോട്ട് കയറി പോകണം. അപ്പോഴേക്കുമാണ് ഒരു ബൈക്ക് അങ്ങോട്ട് വരുന്നത്. സ്വാതി പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങിയപ്പോ സ്വാതിനെ ഇടിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. സ്വാതി റോഡിലേക്ക് കയറിയപ്പോ സ്വാതി ശ്രദ്ധിച്ചില്ലത്. അപ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ ബൈക്ക് നിർത്തി. എന്റെ പെങ്ങളെ,
എവിടെ നോക്കി നടക്കുവാന്ന് ചോദിക്കുന്നില്ല, അറ്റ്ലീസ്റ്റ് റോഡിലെങ്കിലും നോക്കി നടക്കണ്ടേ. ഇത് കേട്ടിനിപ്പം സ്വാതി പറഞ്ഞു, അതെ സോറി എന്ന് പറയണം. സോറി പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. എങ്ങാനും എൻ്റെ കഷ്ടകാലത്തിന് ഈ ടയർ എങ്ങാനും കുട്ടിയുടെ ദേഹത്ത് മുട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ തീർന്നു. കാണാൻ ഇച്ചിരി ഗ്ലാമർ ഉള്ളതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട, എവിടെ നിന്നൊക്കെ ആൾക്കാർ ഓടിക്കൂടുന്ന് പറയത്തില്ല. അങ്ങനെ എല്ലാവരും കൂടി ഓടിക്കൂടി പെങ്ങളെ ഇങ്ങനെ താഴത്തി കൊണ്ടുപോകും. പക്ഷെ ആ സമയത്ത് എന്നെ ഇവിടെയിട്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്യും. അറിയാലോ, വെറുതെ എന്തിനാ ഇമാതിരി പണിക്കൊക്കെ ഇറങ്ങണേ, അതുകൊണ്ട് കുറച്ച് നോക്കി നടക്കുവാണെങ്കിൽ നല്ലതാ എന്നൊക്കെ പറഞ്ഞൊരു ഉപദേശം കൊടുക്കുകയാണ്. താൻ എന്നെ കൂടുതൽ കളിയാക്കണ്ടെന്ന് പറഞ്ഞു. കളിയാക്കിയതല്ല, ഞാനുള്ള സത്യാവസ്ഥയാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം സാധിച്ചു, ഏതാടി ഈ കാട്ടുമാക്കൻ, കണ്ടിട്ട് ഇച്ചിരി ലുക്കൊക്കെ ഉണ്ട്, നല്ലതാണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. പിന്നെ അയാളുടെ സ്വഭാവം തനി കച്ചറയാന്ന് തോന്നേ എന്നും പറഞ്ഞിട്ട് സ്വാതി ദേഷ്യപ്പെട്ടു. വാ നമുക്ക് പോയി ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇതേ സമയത്ത് പൂർണ്ണിമയുടെ അടുത്തേക്ക് വന്ന് ലക്ഷ്മി പറഞ്ഞു, അതെ എനിക്കൊരു കാര്യമുണ്ട് പൂർണ്ണിമ എന്ന് പറഞ്ഞു. എന്താ? അല്ല അത് പിന്നെ എനിക്ക് സേതുവിനെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ? സേതുവിനെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, ലക്ഷ്മി സംസാരിക്കാൻ ചെന്നാൽ വെറുതെ വെറുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് എന്തായാലും സംസാരിച്ചാൽ മതിയാവുള്ളൂ. അപ്പോഴേക്കും പല്ലവി സേതുവും കൂടെ പുറത്തു പോകാൻ റെഡിയായിട്ട് മുറി തുറന്ന് പുറത്തേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പൂർണ്ണിമയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾ പുറത്തു വരെ പോകാമെന്ന് സേതു പറയണം. അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ ശ്രീകാന്തിന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനെ കുറിച്ച്, അപ്പൊ അതിനുവേണ്ടി ഇറങ്ങുവാന്ന് പറഞ്ഞു. അത് കേട്ടത് പൂർണ്ണിമ പറഞ്ഞു, അതെ ലക്ഷ്മിക്ക് എന്തോ കാര്യം നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, മോനെ എനിക്കറിയാം നീ എന്തിനു വേണ്ടിയിട്ടാ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. എനിക്ക് വേണ്ടിയിട്ടല്ലേ എന്നെ മേലെടുത്ത് വീട്ടിലേക്ക് വേണോട്ടം തിരികെ വിളിച്ചോണ്ട് പോകുന്നതിന് വേണ്ടല്ലേ? വേണ്ട, എനിക്ക് വേണ്ടി നീ ഇതൊന്നും ചെയ്യണ്ട. അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, ഞാൻ അത്രമാത്രം നിന്നോട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആരുടെയും കുമ്പസാരം ഒന്നും കേൾക്കണ്ട. ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പെങ്ങളും മയൂരിക്ക് വേണ്ടി മാത്രമാ. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിട്ടാ അവളുടെ ശ്രീകാന്തിനെ വിവാഹം നടത്താനായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്, അല്ലാതെ മറ്റാർക്കും വേണ്ടിയിട്ടല്ല. അമ്മേ അപ്പൊ ശരി എന്നാ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണിമയോടും പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് സേതുവും പല്ലവിയും കൂടെ. അപ്പോഴേക്കും ലക്ഷ്മിക്ക് ഭയങ്കര വിഷമമായി. പൂർണ്ണിമ പറഞ്ഞു, നീ വിഷമിക്കേണ്ട ലക്ഷ്മി, സാരമില്ല. അവന് നിന്നോട് സങ്കടമൊന്നുമില്ല, ദേഷ്യമൊന്നും ഇല്ല. കണ്ടില്ലേ, അവൻ ഈ കാണിക്കുന്നതൊക്കെ വെറുതെയാ. അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ നിന്നോട് സ്നേഹമുള്ളൂ. പക്ഷേങ്കിൽ പുറമെ അവനിങ്ങനെ ദേഷ്യം അഭിനയിച്ചു പറയുന്നുള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ നിന്നോട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ലക്ഷ്മിയെ സമാധാനിപ്പിക്കുകയാണ് പൂർണ്ണിമ. അതേ സമയത്ത് SP ഓഫീസിലേക്ക് ഷാഡോ പോലീസുകാരൻ വരുവാണ്. അതിനെ നിയമിച്ച SP ആയിരുന്നു ചന്ദ്രകുമാറും ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ വന്ന ഷാഡോ പോലീസുകാരൻ സ്വാതിയായിട്ട് സംസാരിച്ച അയാളായിരുന്നു. അയാളൊരു പോലീസ് ഓഫീസറായിരുന്നു. അത് സ്വാതിക്ക് അറിയത്തുണ്ടായിരുന്നല്ലോ. അതും മാധവമേനന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന പോലീസ് ഓഫീസറായിരുന്നു. അയാളെയായിരുന്നു SP നിയോഗിച്ചത്. അങ്ങനെ അയാൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും SP പറഞ്ഞു, ബാ അഖിൽരാജെ എന്ന് പറഞ്ഞു. എന്നിട്ട് ചന്ദ്രകുമാരോട് ചോദിച്ചു, ഇയാളെ മനസ്സിലായെന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഖിൽരാജ് പറഞ്ഞു, അതെ ഞാൻ വന്നിട്ട് സർവീസ് കേട്ട് ഈ ഒരു ഇതിലേക്ക് വന്നിട്ട് കുറച്ച് നാളുകൾ മാത്രം ആയിട്ടുള്ളൂ പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, വെറുതെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുച്ഛഭാവമായിരുന്നു ചന്ദ്രകുമാറിന്. അപ്പോഴേക്കും SP പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ, അതിനെക്കുറിച്ച് എന്തായി ഡീറ്റെയിൽസ്? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഖിൽ രാജ് കാര്യങ്ങളൊക്കെ പറയണം. അഖിൽ A to Z. അതെ പൊന്നുമ്പടത്തിലും മാധവമേനോന്റെ 3 മക്കളുണ്ട്. ഓരോരുത്തരും പേര് സഹിതം പറഞ്ഞു. പിന്നെ ആദ്യ ഭാര്യയിലെ ഒരു മകനുണ്ട്, അത് സേതു മാധവന്. പിന്നെ മാധവമേനോ മരിക്കണ സമയത്ത് 2 പേരായിരുന്നു താങ്ങും തള്ളുമായിട്ട് കൂടെ ഉണ്ടായിരുന്നേ, പ്രതാപനും കുറുപ്പും എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയണം. അത് കേട്ടപ്പോൾ ചന്ദ്രകുമാർ പറഞ്ഞു, ഓ ഇതാണോ, ഇതൊക്കെ ഏതെങ്കിലും പേപ്പർ കട്ടിങ്സിൽ കിട്ടിയെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയണം. SP പറഞ്ഞു, പേപ്പർ കട്ടിങ്സിൽ കിട്ടിയെന്നാണോ? ഞാൻ ഇന്നലെയാണ് ഇയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, പക്ഷെ ഇന്ന് രാവിലെ തന്നെ വിവരങ്ങളൊക്കെ ഒന്നില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അഖിൽ പറഞ്ഞു, അതെ സാറേ, നമ്മളൊരു കേസ് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ പ്രൈമറി സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയണം. ആദ്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനുശേഷമാണ് ബാക്കി ഡീറ്റെയിൽസിലേക്കൊക്കെ കടക്കണേന്ന് പറഞ്ഞു. അത് സാറിന് അറിയില്ലെന്ന് ചന്ദ്രകുമാറിനോട് ചോദിച്ചു. ചന്ദ്രകുമാറിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് SP പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം തുടങ്ങണം. ചന്ദ്രകുമാർ പറഞ്ഞു, അത് എളുപ്പമല്ലേ, അങ്ങോട്ട് ചെന്ന് പൊന്നുമടത്തിലേക്ക് ചെന്ന് അവരെ 2 വരട്ടിയിട്ടുണ്ടെങ്കിൽ അവളുടെ സത്യങ്ങളൊക്കെ അവര് പറയില്ലേന്ന് ചോദിച്ചു. അത് ശരിയാകത്തില്ല, ഇത് വെറും മരണമല്ല, ഒരു കൊലപാതകമാണെന്നാണ് ആ ഉമ്മക്കത്തി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് അന്വേഷിക്കണം. പിന്നീട് പറഞ്ഞു, നമ്മൾ വളഞ്ഞ വഴി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അഖിൽ ചോദിച്ചു, അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ? അതിൻ്റെ മാർഗം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അഖിലിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കണം. താൻ ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അത് സ്വാതിയുടെ ഫോട്ടോ ആയിരുന്നു.
പെട്ടെന്ന് അഖിൽ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഈ പെൺകുട്ടിയല്ലേ താൻ കുറച്ചു മുമ്പ് കണ്ടേ എന്നൊരു ചിന്ത അവന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.